യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കല്യാണത്തിന് ശേഷം സത്യന്റെ ഭാര്യ പോയ പോലെ എന്റെ ഭാര്യ എന്നെ കല്യാണം കഴിച്ച ശേഷം വേറൊരുത്തരും കൂടെ പോയിട്ടില്ല. വിനയ മതി, ഇതോടെ നീ നിർത്തിക്കോ. അത് ശരി, ആദ്യം നിന്റെ അമ്മയോട് നിർത്താൻ പറയണ. മനുഷ്യന്മാരെ ക്ഷണിച്ചു വരുത്തിട്ട് അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്തും പറയും. അത് കേൾക്കാൻ പറ്റാത്ത മാന്യന്മാരുണ്ടെങ്കിൽ ഇറങ്ങി പോടാ. കേട്ടല്ലോ നീ? കേട്ടാ? ഈ സ്ത്രീ നിന്റെ തള്ളയായതുകൊണ്ട് മാത്രമാണ് ഞാൻ കൈവെക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ അപമാനിക്കുന്നതാ. നീ നിന്റെ തള്ള അടക്കി വെക്കണം ആദ്യം. പറഞ്ഞില്ലേ? വിടരെ കോട്ടാ, എന്നെ വിട്. ഇവൻ എന്നെ അടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? എടാ ഇറങ്ങി പോടാ. എന്റെ അമ്മയെ കൈവെക്കണം പറഞ്ഞാൽ നിന്നെ ഇനി എന്റെ മുമ്പിൽ കണ്ടുപോരുത്. കൊണ്ടുപോയിക്കവനെ. എടാ നീക്കും നിന്റെ പരട്ട തളക്കും എന്ന് പറയാനാണോ? വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങളൊക്കെ ഈ തള്ള പറയുന്നത് കേട്ടല്ലേ? ആ എടാ, എന്റെ അമ്മ ഇനിയും പറയൂടാ. നീ ചുണ ഉണ്ടാക്കി കൈ വെക്കടാ. ഇങ്ങോട്ട് നമുക്ക് ഇവറ്റകളിൽ സൽക്കരിക്കേണ്ട ഒരാവശ്യമില്ല. സുശീൽ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇന്ദ്രനെ എങ്ങോട്ട് കൊണ്ടുപോവാ? ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇനി എന്ത് പരിഹാരമാണോ? മര്യാദയ്ക്ക് മക്കളെയും മരുമക്കളെയും വിളിച്ചോണ്ട് ഇറങ്ങിക്കോണം. ഒരൊറ്റ എണ്ണത്തിന് ഈ മുറ്റത്ത് കൊണ്ടുപോകരുത്. വാടാ ഇവിടെ. എന്താണ് നോക്കുന്നത്? വാടാ, വാടാ നീ. കേറങ്ങോട്ട്. നോക്കി പഠിപ്പിക്കുന്നത് അലവലാതി. ഊട്ടിയുടെ അവനെ, ചങ്ങലക്കട അവനെ. ഒന്നും മിണ്ടാതെ ഇരിക്കണോ കേട്ടാ? എല്ലാവർക്കും സമാധാനമായാലോ? തൃപ്തിയായാലോ? സമാധാനമായാലോ? എനിക്ക് തല്ലിയിട്ടിപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഒറ്റയാള് പ്രതികരിക്കുന്നത് കേട്ടാ? ഇന്ദ്ര, നീയും നിന്റെ തള്ള ചെവിയിൽ നുള്ളിക്കോളാ. ഞാൻ വെച്ചിട്ടുള്ളത് എനിക്ക് ഈ കണ്ണട വെക്കുന്നവരെ മാത്രം ഉള്ളടാ വിനയ മാഷ്. അതല്ലെങ്കിൽ ഞാൻ വെറും ചെറ്റയാടാ, ചെറ്റ. അവന്റെ കൊച്ചിനെടുത്തോണ്ട് പാടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും. കൊച്ചവിടെ കൊണ്ടാ കിട്ടും. നിങ്ങളവിടെ മതി. ഇനിയിപ്പോ നിങ്ങളെ കൂടി പോറ്റാത്ത ഓർമ്മയുള്ളൂ. നടക്കണേ കൊണ്ട് രണ്ട് കൊച്ചുകളെ പെറ്റിട്ട് നടക്കുവാള്. നടക്കോട്ട്. നീ കേട്ടാലടാ പറഞ്ഞത്? അവന്റെ ഇനി ഞാൻ പടി ഔട്ടില്ല. എന്താ ഇതൊക്കെ? നമ്മളിനി എന്ത് ചെയ്യും അച്ഛാ? നമുക്ക് അവരെ വിളിക്കാം. അവരിങ്ങനെ അകത്ത് കയറി വാതിലടയ്ക്കുന്ന മര്യാദയല്ലല്ലോ. ചേച്ചി വാ. അമ്മേ, വാതില് തുറക്ക്. സുശീലെ, വാതില് തുറക്ക്. നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നവരാ ഞങ്ങളൊക്കെ. മോനേന്ദ്ര, നീയെങ്കിലും ഞങ്ങൾ പറയുന്ന കേൾക്ക്. വാതില് തുറക്കാതിരിക്കുന്ന മര്യാദ അല്ലേ മോനെ? അച്ഛാ വേണ്ട, ഇനി വിളിച്ചിട്ട് കാര്യമില്ല. ദയവ് ചെയ്ത് ഇതിലപ്പുറം മാനം കെടാൻ നിൽക്കാതെ എല്ലാരും വിളിച്ചോണ്ട് പോയിക്കോ. അതെ മാഷേ, അതാ നല്ലത്. പോവാച്ച. രഘുവേട്ടനും ശബരേട്ടനും ദേഷ്യം വന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. അതെ മാഷേ, ഇനി നമ്മളിവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. എന്നെ നോക്കണ്ടച്ചാ, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് സമാധാനം കിട്ടൂ. വാച്ച, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ മനുഷ്യരല്ലാതാവും. വാ മോളെ. ശബരി, വാ പോയേക്കാം. വാ മോനെ. അച്ഛാ, മക്കളെ
വിനേട്ടാ. ഓ ഓ ഓ ഓ. വിനേട്ട വിനേട്ട കുഞ്ഞ് വിനേട്ട. എന്താ മോളെ നിങ്ങൾ വേഗം വന്നേ. അത് കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നു, കരയുന്നു. ഞാനൊന്ന് പാല് കൊടുക്കട്ടെ അച്ഛാ. വിനയ എന്താടാ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവിടെ നിന്ന് മതിയായപ്പോ കിട്ടിയ കൊണ്ട് ഇങ്ങ് പോന്നതാ. നല്ല കുടുംബത്തിലാണല്ലോ ചെന്ന് കയറി കൊടുത്തത്. ആ വേണ്ട വേണ്ട, ഇവിടെ ഒന്നും ഇറക്കണ്ട. ചടങ്ങിന് വന്നവരൊക്കെ തിരിച്ചുപോയി. ഇത്രയും ഫുഡ് ഇവിടെ ആരും കഴിക്കാനാ? എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ എന്തിനാണ് നിങ്ങൾ അറിയുന്നേ? ഓർഡർ ചെയ്ത ഫുഡിന്റെ മുഴുവൻ കാശ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ആഹാരം പല പാവങ്ങൾക്കും കൊണ്ടു കൊടുക്കുക. ആ ശരി സാർ. ഇതെന്താ ഏട്ടാ ഫുഡ് ഇറക്കി വെക്കാതെ വണ്ടി തിരിച്ചു പോയത്? ഇവിടെ ചടങ്ങിന് വന്നവരൊക്കെ എവിടെ? എല്ലാരും അവരവരുടെ പാട്ടിന് പോയി. പോയെന്നോ? അതിങ്ങനെ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നവരൊക്കെ ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയത്? അങ്ങനെ ആരും പോവില്ലല്ലോ. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ ഏട്ടാ? ആ ഉണ്ടായി. ആ വിനയൻ നമ്മുടെ അമ്മയുടെ മുഖത്ത് നോക്കി വേണ്ടതിനും വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് അവനെ അടിച്ച് പുറത്താക്കേണ്ടി വന്നു. എന്താ എടുത്തി എന്താ ഇവിടെ ഉണ്ടായത്? സാധാരണ മറ്റു വീടുകളിൽ ഫംഗ്ഷന് പോയാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അമ്മ നമ്മളെയൊക്കെ വിളിച്ചിറക്കിക്കൊണ്ട് വരാറാ പതിവ്. ഇപ്പോ സ്വന്തം വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയവരെ ഏടത്തിയുടെ അച്ഛനും നമ്മുടെ ചടങ്ങ് ബഹിഷ്കരിച്ചു പോയോ? ക്ഷണിച്ചു വരുത്തിയവരുടെ മുന്നില് വാതിലെ കൊട്ടിയടിച്ച എന്റെ ഈ സത്യം. ഞങ്ങളും ഇതുവരെ പുറത്തായിരുന്നു. ആ വണ്ടി വന്നപ്പോഴാ ഇന്ദിര വാതിൽ തുറന്നത്. അതിന് മാത്രം എന്താ എടുത്തി ഉണ്ടായത്? ഞാനൊന്നും പറയാൻ ആളല്ല സത്യം. ദയവേത് ഇനി എന്നോടൊന്നും ചോദിക്കല്ലേ. വേണ്ട, ആരും പറയാതെ തന്നെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്റെ അമ്മയുടെ ഏട്ടന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. മക്കളെ കരയാതെ. കൊള്ളാം, മകളുടെ കുഞ്ഞിന്റെ നൂലിയോട് ചടങ്ങ് ഗംഭീരമായിട്ട് നടത്തണമെന്ന് അമ്മ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് അതിഗംഭീരമായി പോയി. ബാക്കിയുള്ളവരുടെ സമയവും പണമൊക്കെ ചെലവിട്ട് ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു വരുത്തി ചടങ്ങ് നടത്തുക, എന്നിട്ട് അതിഥികളെ സദ്യ നൽകി സൽക്കരിക്കുന്നതിന് പകരം അപമാനിച്ച് ആട്ടി ഇറക്കുക. ഛേ, നീ എന്തറിഞ്ഞിട്ടാടാ എന്റെ മുഖത്ത് നോക്കി പഠിക്കുന്നേ? ഓഹോ, നീ എരികേറ്റി വിട്ടതാണോ ഇവനെ?